ഹായ്, വെൽക്കം ടു UPSC സോൺ. അപ്പം ഇന്നിവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ പ്രിഡിക്റ്റർ 2023യുടെ ഒരു വീഡിയോ ആണ്. ഇവിടെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻവയൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എൻവയൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം എൻവയൺമെന്റ് ഇങ്ങനെ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻവയൺമെന്റ് സയൻസ് ആൻഡ് ടെക്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്റർ. Climate Equity Monitor is an online dashboard that assesses equity in climate action. The website, second statement, the website has been conceptualized and developed by USA and European Union. At the third, it aims at monitoring the performance of Annex 1 parties under the UNFCCC based on the foundational principles of the Climate Convention. അപ്പോൾ ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബവ് ആർ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1 and 2, 2 and 3, 1 and 3 and 1, 2 and 3. അപ്പോൾ നമ്മൾ ഒരു കാര്യം അനലൈസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ തന്നേക്കുന്ന മേളിൽ തന്നേക്കുന്ന ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്ററുമായിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊക്കെ സാധനം നമുക്ക് കുഴപ്പമില്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മാച്ചിങ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്റർ ആൻഡ് ദാറ്റ് അസസ് സം ഇക്വിറ്റി ഇൻ ക്ലൈമറ്റ് ആക്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നേക്കുന്ന ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്ററും ഈ ക്ലൈമറ്റ് ആക്ഷൻ ഇക്വിറ്റിയും രണ്ടിലും ഇക്വിറ്റി ഉണ്ട് ആൻഡ് എന്തോ ഒരു ഇക്വിറ്റി അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് പറയുന്നത് വെബ്സൈറ്റ് ഹാസ് ബീൻ കൺസെപ്റ്റുലൈസ്ഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ഇവിടെ നമുക്കൊരു സംശയത്തിന്റെ നിഴലിലിടാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് കാണാം. ഈ യൂറോപ്യൻ യൂണിയൻ, USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ എയിംസ് അറ്റ് മോണിറ്ററിംഗ് ദ പെർഫോമൻസ്. ഇവിടെ വീണ്ടും മോണിറ്ററിംഗ് വന്നു ഓഫ് അനെക്സ് 1 പാർട്ടീസ് അണ്ടർ ദ UNFCCC ബേസ്ഡ് ഓൺ ദ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലൈമറ്റ് കൺവെൻഷൻ. നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏകദേശം കണക്റ്റും ആണ്. ഇത് കണക്ഷൻ ഉണ്ട്, പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇത് തന്നെയാണോ എന്നൊരു സംശയം നമുക്ക് വരാം. ആൻഡ് നമ്മളൊരു കുറച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വഴി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1, 2, 3, 4 ഓർഗനൈസേഷൻസ് ചേർന്ന് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം മിക്കപ്പോഴും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് UPSC തരുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് മിക്കപ്പോഴും തെറ്റാണ് ചെയ്യാറ്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ലോജിക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് മിക്കപ്പോഴും എന്നാണ് പറയുന്നത്, എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി അറിയണം. അപ്പോൾ ഈ ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ക്ലൈമറ്റ് ആസ് ഓഫ് സച്ച് ക്ലൈമറ്റ് കൺവെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അറിയണം, കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അറിയുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് വർക്ക് ചെയ്യാം. ഈ ലോജിക്ക് അങ്ങനെ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്താൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 and 3 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആൻസർ C തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്റർ ഇസ് ആൻ ഓൺലൈൻ ഡാഷ്ബോർഡ് ദാറ്റ് അസസ് ഇക്വിറ്റി ഇൻ ക്ലൈമറ്റ് ആക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഡാഷ്ബോർഡാണ്. ഇക്വിറ്റി ക്ലൈമറ്റ് ആക്ഷനിൽ ആൾക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഡസ് സോ ഇൻ റിലേഷൻ ടു ദ ക്ലൈമറ്റ് മിറ്റിഗേഷൻ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്ലൈമറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. എനർജി ആൻഡ് റിസോഴ്സ് കൺസപ്ഷൻ ആൻഡ് ക്ലൈമറ്റ് പോളിസി അക്രോസ് ദ എൻറ്റയർ. നമുക്കറിയാം, നമ്മൾ എല്ലായിടത്തും നമ്മളാണെങ്കിലും ഇവിടെ നമുക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ നാഷണലി ഇൻഡറ്റഡ് കോൺട്രിബ്യൂഷൻസിൻ്റെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എങ്ങനെ കുറയ്ക്കും എന്ന് നമ്മൾ കുറയ്ക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. ആൻഡ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് കൺസെപ്റ്റുലൈസ് ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഇന്ത്യയിൽ നിന്നുള്ള 2-3 ഓർഗനൈസേഷൻസ് ആണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഗ്രൂപ്പ് ഒരെണ്ണം അറ്റ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ ആൻഡ് ദ നാച്ചുറൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ബംഗളൂരു. ഇത് രണ്ടും ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്, ഇന്ത്യയിലുള്ള 2 ഓർഗനൈസേഷനാണ് നടത്തിയത്. ആൻഡ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഗ്ലോബൽ സൗത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ടാണ്. അനെക്സ് 1ഉം നോൺ അനെക്സ് 1ഉം പാർട്ടീസ് എത്രത്തോളം ഈ പറയുന്ന
ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ നാഷണലി ഇന്റർനെറ്റ് കോൺട്രിബ്യൂഷൻസ് അവർ പറയുന്നത് പോലെ തന്നെ അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഇതുകൊണ്ടാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിയത് അമേരിക്കയല്ല, പകരം ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു ബോഡിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞിട്ട് സൗത്തിലുള്ള ആദ്യത്തെ പരിപാടിയാണിത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ കണക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിൽ അറിയുക. പ്രത്യേകിച്ച് ഇന്ത്യ ഇറക്കുന്ന കാര്യങ്ങളോട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇന്ത്യ ഇതേ കണക്കുള്ള ക്ലൈമാറ്റിക് കാര്യങ്ങൾ ഇറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലൈമറ്റ് ആൻഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ പുതിയ പുതിയ കൺവെൻഷൻസും അതേകണക്ക് തന്നെ പുതിയ ഓർഗൻസും വരുമ്പോൾ നിങ്ങളത് പഠിക്കുക. കാരണം ട്രേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക്.